Hello all, welcome back to my YouTube channel Learn with Amrita. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് HTML-ലെ ഏതൊക്കെ തരത്തിലുള്ള ലിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലിസ്റ്റുകൾ മെയിനായിട്ട് ലിസ്റ്റായിട്ട് നമുക്ക് ഒരു കാര്യം പബ്ലിഷ് ചെയ്യണം. അതായത് താഴേക്ക് ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ഓർഡർ വൈസ് അല്ലാണ്ട് എങ്ങനെയായാലും ലിസ്റ്റുകളായിട്ട് നമുക്ക് കാണണം. അത് നമ്പേർഡ് ആയിരിക്കാം, ചിലത് ബുള്ളറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ലിസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് HTML ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റും ഉണ്ട്, അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ ഡെഫിനിഷൻ ലിസ്റ്റും ഉണ്ട്. അതിൽ ലിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ എന്തിനാണ്, ഒരു സീക്വൻഷ്യലി ഒരു ഇൻഫർമേഷനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 തരത്തിലുള്ള ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് ബുള്ളറ്റഡ് ലിസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക അതായത് ബുള്ളറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ നമ്മൾ നമ്പർ ഇട്ടിട്ടാവില്ല ആ ലിസ്റ്റുകളെ ഡിസ്പ്ലേ ചെയ്യിക്കുക. ബുള്ളറ്റഡ് ആയിരിക്കാം, പിന്നെ ഡിസ്ക് ബുള്ളറ്റഡ് ആയിരിക്കാം, അതുപോലെ സ്ക്വയർ ബുള്ളറ്റ് ആയിരിക്കാം, സർക്കിൾ ബുള്ളറ്റ് ആയിരിക്കാം. അങ്ങനെ ബുള്ളറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റിനെയാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓരോ 3ൻ്റെ ഷേപ്പിൽ, ഡിസ്ക് ബുള്ളറ്റിൻ്റെ ഷേപ്പിലോ സ്ക്വയർ ബുള്ളറ്റിൻ്റെ ഷേപ്പിലോ സർക്കിൾ ബുള്ളറ്റിൻ്റെ ഷേപ്പിലോ ആയിരിക്കും ആ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ആദ്യം HTML, ശേഷം ഹെഡ്, അതിൽ നമുക്ക് എന്ത് വേണം, ടൈറ്റിൽ വേണം. ടൈറ്റിൽ ഞാനിപ്പോൾ കൊടുക്കുന്നത് ലിസ്റ്റ് എന്നാണ്. ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ്. അപ്പോൾ അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് UL അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ളതിൻ്റെ UL എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതിലിപ്പോൾ എഴുതുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് ആദ്യം അതിനൊരു ഹെഡിങ് കൊടുക്കാം. ഒരു H4 മതി. H4 നമ്മൾ അതിന് ഒരു ഹെഡിങ് കൊടുത്തു. ഡിസ്ക് ബുള്ളറ്റിൽ 3 തരത്തിലുള്ള ബുള്ളറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ക് ബുള്ളറ്റ് ലിസ്റ്റ് ആണ്. H4 എന്നുള്ളത് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി അതിൽ നമ്മൾ UL എന്ന് എഴുതി. അൺഓർഡേർഡ് ലിസ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ UL എന്ന് എഴുതി സ്പേസ് ഇട്ട് എന്താണ് ടൈപ്പ് എന്നുള്ളത് അത് കൊടുക്കണം. ടൈപ്പ് ഈക്വൽ ടു ഡിസ്ക് എന്ന് നമ്മൾ എഴുതി. അതായത് ഡിസ്ക് ഷേപ്പിൽ വേണം. അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടൈപ്പ് എന്ത് ടൈപ്പാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു ഡിസ്കിൻ്റെ ഷേപ്പിലാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം അതിൽ വരുന്ന ലിസ്റ്റ് ഐറ്റംസിനെ നമ്മൾ എഴുതണം. അതിന് വേണ്ടിയിട്ട് LI എന്ന് എഴുതുക. അത് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ട എത്ര ഐറ്റം ഉണ്ടോ ആ ഓരോ ഐറ്റത്തിന് മുമ്പിലും ബാക്കിലും, അതായത് ഓപ്പൺ ചെയ്യാനും LI എന്നുള്ള ടാഗ് വേണം. ആ ലിസ്റ്റ് ഐറ്റം എഴുതിയതിന് ശേഷം അതിനെ ക്ലോസ് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മളിപ്പോൾ എഴുതി 1 ലിസ്റ്റ് ക്ലോസ് ചെയ്തു, LI എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തു, LI എന്നുള്ള ടാഗ് വീണ്ടും ഓപ്പൺ ചെയ്തു. നമ്മളിപ്പോൾ LI എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം TWO2 എന്ന് എഴുതി. വീണ്ടും ആ ലിസ്റ്റിൻ്റെ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ആ UL അൺഓർഡേർഡ് ലിസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ലിസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിന് നമുക്ക് കഴിഞ്ഞു എന്ന് അറിയിക്കാൻ വേണ്ടി ഈ അൺഓർഡേർഡ് ലിസ്റ്റിനെ നമ്മൾക്ക് ക്ലോസ് ചെയ്യണം. ഇപ്പോൾ H4 എന്നുള്ളതിൽ ഡിസ്ക് ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് വരും. H4 ക്ലോസ് ചെയ്തു. ആ ഹെഡിങ്ങിൻ്റെ സൈസ് ആ സൈസിലായിരിക്കും വരിക. അതിനുശേഷം അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം.
ഡിസ്ക് വേണോ അതോ ബുള്ളറ്റ് ഡിസ്ക് വേണോ അതോ സർക്കിൾ വേണോ എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ സ്ക്വയർ വേണോ എന്നുള്ളതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ അങ്ങനെ എഴുതി അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു, വീണ്ടും എന്ത് ചെയ്തു, ഒരു H4 തന്നെ സർക്കിൾ ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് കൊടുത്തു. സർക്കിൾ ബുള്ളറ്റ് ലിസ്റ്റ്. ഇനി അതിലെങ്ങനെയാണ് കാണുക എന്നുള്ളത് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് H4 ക്ലോസ് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്ക് ബുള്ളറ്റ് ലിസ്റ്റാണ് എഴുതിയത്, അതുപോലെ സർക്കിൾ ബുള്ളറ്റ് ലിസ്റ്റ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. അതിൻ്റെ ഒരു ഹെഡിങ് ആണ് ഇപ്പോൾ അതിൽ എഴുതിയത്. അതിനുശേഷം അൺഓർഡേഡ് ലിസ്റ്റിൻ്റെ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി UL എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തു. അതിലെഴുതി എന്ത് ടൈപ്പാണ് വേണ്ടതെന്ന് എഴുതി. അതിലാണ് എന്ത് എഴുതിയത്, സർക്കിൾ എന്നുള്ളത് എഴുതുക. സർക്കിൾ എന്നുള്ളത് എഴുതി. അതിനുശേഷം വീണ്ടും LI എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്ത് നമുക്ക് വീണ്ടും ഈ 1നെയും 2നെയും തന്നെ എഴുതാം. എന്നാലല്ലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ എന്താ ചേഞ്ച് വന്നതെന്നുള്ളത്. LI എന്ന് എഴുതി, ലിസ്റ്റ് ക്ലോസ് ചെയ്തു. വീണ്ടും LI ലിസ്റ്റിൽ അടുത്ത ലിസ്റ്റിൽ വരേണ്ടത് 2 എന്നാണ്. ലിസ്റ്റ് ക്ലോസ് ചെയ്തു. ആ അൺഓർഡേഡ് ആയിട്ടുള്ള ലിസ്റ്റും നമ്മൾ ക്ലോസ് ചെയ്തു. അൺഓർഡേഡ് ലിസ്റ്റ് ടൈപ്പ് സർക്കിൾ വരേണ്ടത് നമുക്ക് ക്ലോസ് ചെയ്തു. അടുത്തത് H4 സർക്കിൾ നമ്മൾ എഴുതി, ഡിസ്ക് എഴുതി. അതുപോലെ ഇനി വരേണ്ടത് സ്ക്വയർ ആണ്. സ്ക്വയർ ബുള്ളറ്റ് ലിസ്റ്റ്. സ്ക്വയർ ബുള്ളറ്റ് ലിസ്റ്റ് എഴുതി, H4 എന്ന് എഴുതി. UL ടൈപ്പ്. ഏതാണ് വേണ്ടത്, സ്ക്വയർ ആണ് വേണ്ടത്. UL ടൈപ്പ് നമുക്ക് സ്ക്വയർ വേണം. അതിന് ക്ലോസ് ചെയ്തു. അതിനുശേഷം അതിൽ വരേണ്ട ലിസ്റ്റ് LI, ലിസ്റ്റിൽ വരേണ്ടത് LI. ആദ്യം വരേണ്ടത് 1. ആ ഒരു ലിസ്റ്റിലെ ആദ്യത്തെ ഐറ്റം നമ്മൾ ക്ലോസ് ചെയ്തു. ലിസ്റ്റ് ഐറ്റം രണ്ടാമത് വരേണ്ടത് LI എന്ന് എഴുതി, TWO എന്ന് എഴുതി. LI എന്നുള്ളത് ക്ലോസ് ചെയ്തു. നമ്മുടെ ഈ അൺഓർഡേഡ് ലിസ്റ്റിൻ്റെ ആ ലിസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ക്ലോസ് ചെയ്യേണ്ടത്, നമ്മുടെ ബോഡി ക്ലോസ് ചെയ്തു. HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ഡിസ്ക് ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് നമ്മൾ എഴുതി. അതിൻ്റെ അൺഓർഡേഡ് ലിസ്റ്റാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. അൺഓർഡേഡ് ആയിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് 1 2 3 എന്നുള്ള നമ്പറിലാവില്ല വരുന്നത്, ബുള്ളറ്റ് ടൈപ്പ് ആയിരിക്കും. അതിൽ തന്നെ എന്ത് ടൈപ്പാണെന്നാണ് ചോദിക്കുന്നത്. അത് ഡിസ്ക് ബുള്ളറ്റ് വേണം. അതിൽ വേണ്ട കണ്ടന്റുകളെയാണ് LI എന്നുള്ള ലിസ്റ്റ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ ആയിട്ടും ലിസ്റ്റ് രണ്ടാമത്തെ ലിസ്റ്റ് എന്താണ് വരേണ്ടത് എന്നുള്ളത് എഴുതി. അൺഓർഡേഡ് ലിസ്റ്റ് ക്ലോസ് ചെയ്തു. അടുത്തത് സർക്കിൾ ബുള്ളറ്റ് ലിസ്റ്റാണ്. അതിന് UL ടൈപ്പ്, അൺഓർഡേഡ് ലിസ്റ്റിൻ്റെ ടൈപ്പ് നമ്മൾ കൊടുത്തു സർക്കിൾ എന്ന്. അതിലുള്ള ലിസ്റ്റ് കണ്ടന്റ് നമ്മൾ എഴുതി. ആ UL ക്ലോസ് ചെയ്തു. അതിനുശേഷം പിന്നെ അടുത്തതായിട്ട് നമുക്ക് സ്ക്വയർ ടൈപ്പിലുള്ള ബുള്ളറ്റ് ലിസ്റ്റ് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അൺഓർഡേഡ് ലിസ്റ്റ് ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ എന്ന് നമ്മൾ എഴുതി. അതായത് UL ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ എന്ന് എഴുതി. അതിനുശേഷം അതിലുള്ള ലിസ്റ്റിൽ എന്തൊക്കെ കണ്ടന്റ് വരണോ ആ ഓരോ കണ്ടന്റിൻ്റെയും നമ്മൾ ഈ പെയ്ഡ് ടാഗായിട്ടുള്ള LI ടാഗിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അതിനുശേഷം UL എന്നുള്ള ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. ബോഡി ടാഗും ക്ലോസ് ചെയ്തു. HTML ടാഗും ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ അതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, list.html എന്നുള്ള ടാഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് HTML ഫയലായിട്ട് സേവ് ആവുള്ളൂ. ഓൾ ഫയലാക്കി കൊടുത്തു, സേവ് ചെയ്തു. ഇനി നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ വന്നിട്ടുണ്ട്. അതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ആദ്യം ഡിസ്ക് ബുള്ളറ്റ് ലിസ്റ്റായിട്ട്
നമ്മൾ കൊടുത്തത് ആദ്യം വന്നത് ഡിസ്ക് ആയിരുന്നു, പിന്നെ വന്നത് സർക്കിളാണ്, പിന്നെ വന്നത് സ്ക്വയർ ആണ്. അതാണ് ഇങ്ങനത്തെ 3 ബുള്ളറ്റ് ലിസ്റ്റുകൾ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റാണ്. ഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം അത് നമ്പേർഡ് ആയിട്ടുള്ള ലിസ്റ്റാണ്. അതിൽ ഓരോ ഐറ്റത്തിൻ്റെ മുമ്പിൽ എന്തായിരിക്കും, നമ്പർ ആയിരിക്കും വരിക. അതിന് വേണ്ടിയിട്ട് നമ്മളത് നമ്പർ ആയിരിക്കാം, അത് നമ്പർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അതിന് ഓരോ ഓർഡർ ഉണ്ടായിരിക്കും. നമ്പർ ഉണ്ടാവും, അതുപോലെ അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, ലോവർ കേസ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അപ്പർ കേസ് റോമൻ ലെറ്റേഴ്സ് ആവാം, ലോവർ കേസ് റോമൻ ലെറ്റേഴ്സ് ആവാം. അത് ഡീഫോൾട്ടായിട്ട് തുടങ്ങുന്നത് എന്തിലായിരിക്കും, 1ൽ നിന്നായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ട് വാല്യൂ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഓർഡേർഡ് ലിസ്റ്റിന് OL എന്നായിരിക്കും. OL ടൈപ്പ് ഈക്വൽ ടു വാല്യൂ സ്റ്റാർട്ട് ഈക്വൽ ടു വാല്യൂ ലിസ്റ്റ് എന്നുള്ളതിൻ്റെ LI, അതുപോലെ ഐറ്റം 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക. ആ ലിസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഐറ്റം 2 LI എന്നുള്ളതിൽ ഐറ്റം 2 എഴുതിയിട്ട് നമ്മൾ ആ LI ടാഗ് ക്ലോസ് ചെയ്തു. അതുപോലെ OL ടാഗും ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് OL ടൈപ്പ്, OL എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ലിസ്റ്റാണ്. ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടൈപ്പ് എന്താണോ അത് കൊടുക്കുക. അതിനുശേഷം അതായത് ഇപ്പോൾ ABCD ആണോ വരേണ്ടത്, അതുപോലെ 1 2 3 4 ആണോ വരേണ്ടത്, അതെന്താണ് വരേണ്ടത്, അതന്നെ റോമൻ ലെറ്ററിൽ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് കൊടുക്കുന്നത്. അപ്പർ കേസ് റോമനിൽ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ 1 എന്നുള്ള ആ വാല്യൂ തന്നെ ആവില്ല ചിലപ്പോൾ വരേണ്ടത്, 5 എന്നുള്ള വാല്യൂ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്താണോ ഇവിടെ അതിൻ്റെ ടൈപ്പ് വരേണ്ടത്, ഓർഡർ ലിസ്റ്റിൻ്റെ ടൈപ്പ് എന്താണ് വേണ്ടത് അതിവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ടൈപ്പ് വരേണ്ടത് നമുക്ക് 1 2 3 4 തന്നെ മതി. അപ്പോൾ 1 2 3 4 തന്നെ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്നുള്ള അതായത് നമ്പറിൻ്റെ ടൈപ്പിലാണ്, നമ്മൾ സാധാരണ നമ്പറിൻ്റെ ടൈപ്പിലാണ് വരേണ്ടത്. അത് എവിടെ നിന്നാണ് വരേണ്ടത്, നമുക്കിപ്പോൾ ഒരു 5 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഞാനൊരു 3 ഐറ്റം 1 ഐറ്റം 2 ഐറ്റം 3 എന്ന് പറഞ്ഞിട്ട് ഒരു 3 വാല്യൂ ഞാൻ കൊടുത്തു. ഇനി സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 5 6 7 നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കൊടുക്കാം. അപ്പോൾ അത് താഴത്തേക്കായിട്ട് കാണാം. സേവ് ചെയ്തിട്ട് ഒന്നും കൂടി റൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ ഇതിൽ ഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർഡേർഡ് ലിസ്റ്റിൽ തന്നെ നമ്മൾ പറഞ്ഞത് 5 6 7 കറക്റ്റ് ഓർഡറിൽ വന്നു. നമ്മൾ അവിടെ 5 6 7 എന്ന് നമ്മൾ എഴുതി കൊടുത്തിട്ടില്ല. നമ്മൾ ആകെ അവിടെ പറഞ്ഞത് OL ടൈപ്പ് 1 എന്നുള്ളതിലാണ്, അതായത് നമ്പേർഡിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് 5 മുതലാണെന്നും പറഞ്ഞപ്പോൾ ഐറ്റം 1 5ൽ സ്റ്റാർട്ട് ചെയ്തു, 6ൽ വന്നു, 7 വന്നു. അങ്ങനെ നമ്പേർഡ് കറക്റ്റ് ആ ഓർഡറിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ 1 എന്നുള്ളത് മാറ്റി, നമുക്ക് ABCD എന്നുള്ളതിൽ A മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. A മുതലാണ്, അതായത് സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സിലാണ് നമുക്ക് വേണ്ടതെന്ന് വെക്കാം. ഒന്നും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ കണ്ടോ
ABCDE ആണ് അഞ്ചാമതായിട്ട് വരുന്നത്. അപ്പോൾ EFG അങ്ങനെ ഓർഡറിൽ വന്നു. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു A മുതൽ ABCD ആ ഒരു ടൈപ്പ് A എന്നുള്ളത് എന്ന് വെച്ചാൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും അതിൽ ഓവർ കേസുള്ള ഒരു ആൽഫബറ്റാണ്. അതുപോലെ ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ A കൊടുത്താലോ ആ ഒരു ഫോർമാറ്റിലായിരിക്കും വരിക. അപ്പോൾ സേവ് ചെയ്യണം, ഓരോ ചേഞ്ചസ് വരുത്തുമ്പോൾ സേവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, അതിൽ അഞ്ചാമത്തെ മുതൽ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എന്ത് വന്നു EFG അങ്ങനെ തരത്തിൽ വന്നു. അപ്പോൾ ഇതാണ് ഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റും അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റും. അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസ്ക് ബുള്ളറ്റ് ലിസ്റ്റും സർക്കിൾ ബുള്ളറ്റ് ലിസ്റ്റും സ്ക്വയർ ബുള്ളറ്റ് ലിസ്റ്റുമാണ് വരിക. അത് ആ ഒരു ബുള്ളറ്റിൻ്റെ ടൈപ്പിനെ ആ ഒരു സ്റ്റൈലിനെ നോക്കിയിട്ടാണ് ഏത് വേണമെന്നുള്ളത് നോക്കേണ്ടത്. ഡിസ്ക് വേണോ അതോ സർക്കിൾ ടൈപ്പ് വേണോ അതോ സ്ക്വയർ ടൈപ്പ് വേണോ, ഏത് ടൈപ്പ് ബുള്ളറ്റ് ലിസ്റ്റാണ് വേണ്ടത്. അതൊക്കെ എന്തായിരിക്കും അൺഓർഡേർഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ നമ്പർ ക്രമത്തിലൊന്നും അല്ല പറയണത്, ഒരു ഓർഡർ വൈസ് അല്ല പറയുന്നത്, അതുകൊണ്ടാണ് അത് അൺഓർഡേർഡ് എന്ന് പറയുന്നത്. പകരം ഇവിടെ ഓർഡേർഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു OL ടൈപ്പ് എന്നാണ് പറഞ്ഞത്. ഓർഡേർഡ് ലിസ്റ്റും മറ്റത് UL ടൈപ്പാണ്. അൺഓർഡേർഡും ഇതാണെങ്കിൽ ഓർഡേർഡ് OL ടൈപ്പും. അങ്ങനെയാണ് രണ്ട് തരത്തിൽ ലിസ്റ്റുകൾ വരുന്നത്, OLഉം അതുപോലെ തന്നെ അൺഓർഡേർഡും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെയാണ് ടേബിൾസ് ആണ് ഇനി നോക്കാനുള്ളത്. HTML ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, കമൻസും താഴെ പറയുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ.